അങ്ങനെ വളരെ നല്ല രീതിയിൽ നമ്മുടെ ആനന്ദത്തെ നമ്മൾ നിറകയാകുന്ന ക്രൗൺ ചക്രയിലൂടെ കൊണ്ടുവന്ന് ലോകത്തിന് മുഴുവൻ സംഭാവന ചെയ്യുന്ന ആ കാര്യമാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിലൂടെ ജോളി സാറ് നമുക്ക് വിഭാവന ചെയ്തു തന്നിട്ടുള്ള ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ മറ്റുള്ള വളരെ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാവരും മഴവില്ലിന്റെ 7 നിറങ്ങളിലാലും വിടർന്നു നിൽക്കുന്ന താമര പുഷ്പമായി മാറിക്കഴിഞ്ഞ് അപ്പൊ എല്ലാവർക്കും ഈ കഴിവുകളെല്ലാം സ്വായത്തമാകാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്നേക്കുന്നെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിച്ചുകൊണ്ട് നമ്മളിത് എല്ലാവരെയും ഇങ്ങോട്ട് ക്ഷണിക്കുകയും എല്ലാവർക്കും ഇത് അനുഭവിക്കാനുള്ള ഒരു യോഗം മാക്സിമം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ മെഡിറ്റേഷനിലേക്ക് പോകാം. ഓരോ ശ്വാസവും ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ദൈവിക ഊർജം നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളെയും സ്പർശിക്കുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും സംതൃപ്തിയും ശ്വാസത്തിലൂടെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാം. ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയം നമ്മളിലുള്ള എല്ലാ വിഷമങ്ങളും പരാജയ ഭീതിയും ശ്വാസത്തിലൂടെ പുറത്തേക്ക് പോകുന്നതായി നമുക്ക് സങ്കല്പിക്കാം. നാം പൂർണ്ണമായും റിലാക്സേഷനിലാണ്. ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ രചയിതാവായ ഈശ്വരനിൽ പൂർണ്ണമായും നമ്മെ സമർപ്പിക്കാം. നമ്മെ സൃഷ്ടിച്ച ആ മഹാശക്തിയുടെ ജീവസാന്നിധ്യം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെന്നും അത് ദൈവികമായ ഒരു പരിപൂർണതയാണെന്നും അതിന്റെ മുമ്പിൽ നമ്മുടെ ശരീരത്തിലെയോ മനസ്സിലെയോ ഒരു പോരായ്മയ്ക്കും ബുദ്ധിമുട്ടിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നും നാം അറിയണം. ആ ജീവസാന്നിധ്യത്തിന്റെ സഹായത്താൽ നമ്മുടെ ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ പോരായ്മകളും അസ്വസ്ഥതകളും പൂർണ്ണമായും പരിഹരിച്ച് സന്തോഷവും സമാധാനവും നമുക്ക് നേടിയെടുക്കാം. ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക, സാവധാനം സാവധാനം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി ബ്രീത്ത് ഇൻ ഡീപ്, ഹോൾഡ് ചെയ്യുക, സാവധാനം സാവധാനം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട്. ഇനി നമ്മുടെ ശ്രദ്ധ നമ്മുടെ ശരീരത്തിന്റെ കാൽപാദങ്ങളിലേക്കും കാൽമുട്ടുകളിലേക്കും അരഭാഗത്തേക്കും ചെസ്റ്റ് പോർഷനിലേക്കും തലച്ചോറിലേക്കും കൊണ്ടുവരാം. ദൈവിക ഊർജം ഇവിടെയെല്ലാം കടന്നു ചെന്ന് അവിടെയുള്ള എല്ലാ പോരായ്മകളെയും അസ്വസ്ഥതകളെയും പൂർണ്ണമായും പരിഹരിച്ച് നമ്മുടെ സ്വയം ചികിത്സാ സംവിധാനത്തെ മെച്ചപ്പെടുത്തുന്നു. നാം പൂർണ്ണമായും റിലാക്സേഷനിലാണ്. ഇനി നമുക്ക് വണ്ട് മൂളുന്ന മാതിരിയുള്ള ഒരു ഭ്രമരി പ്രാണായാമം അഭ്യസിക്കാം. അതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് അതൊരു വൈബ്രേറ്റിംഗ് മൂഡാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പന്ദിക്കുന്ന ഒരു വൈബ്രേഷൻ, നമുക്കറിയാം ഫോണൊക്കെ നമ്മൾ വൈബ്രേഷനിൽ ഇടുമ്പോൾ നമ്മുടെ കയ്യിലെ ഫോൺ പിടിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു വൈബ്രേറ്റിംഗ് മൂഡ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഒരു സ്പന്ദനം. അതിലൂടെ നമ്മുടെ തലച്ചോറിലെ എല്ലാ നാഡീ നരമ്പുകളെയും നമുക്ക് ഉത്തേജിപ്പിക്കാനും അതുവഴി ഓർമ്മശക്തിയെ ഉണർത്താനും ഉയർത്താനും അതുപോലെ അൽഷിമേഴ്സ് തുടങ്ങിയ രോഗങ്ങളെ ചെറുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമുക്ക് നന്നായി നിവർന്നിരുന്നുകൊണ്ട് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കാം. ബ്രീത്ത് ഇൻ ഡീപ്പ്, ഹോൾഡ് ചെയ്യുക, വണ്ട് മൂളുന്ന മാതിരി നമുക്കത് പുറത്തേക്ക് വിടാം. ബ്രീത്ത് ഇൻ ഡീപ്പ്, ഹോൾഡ് ചെയ്യുക, കണ്ടു മുള്ളുന്ന മാതിരി പുറത്തേക്ക് വിടുക. ഒരു പ്രാവശ്യം കൂടി. ബ്രീത്ത് ഇൻ ഡീപ്പ്, ഹോൾഡ് ചെയ്യുക. ഓക്കെ. നമ്മുടെ ജീവിതത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചേരാൻ നമ്മെ സഹായിച്ച ഒരുപാട് പേരുണ്ട്. ആദ്യമായിട്ട് ഈ സുന്ദരമായ ലോകത്ത് ജീവിക്കാനുള്ളൊരു
സാഹചര്യം നമ്മുടെ സർവേശ്വരനോട് നന്ദി പറയുന്നു. നമുക്ക് ജന്മം തന്ന നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ കൂടപ്പിറപ്പുകളോട്, നമ്മുടെ ജീവിത പങ്കാളിയോട്, നമ്മുടെ മക്കളോട്, എല്ലാവരോടും മനസ്സറിഞ്ഞ് നന്ദി പറയണം. പിന്നെ ഓരോ ദിവസവും നാം ഉറക്കമുണരുന്ന പലരും നമ്മോടൊപ്പം ഉറങ്ങിയ പലരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. പലരും ലോകത്തിൽ നിന്ന് തന്നെ വിട പറഞ്ഞിട്ടുണ്ടാവാം. ഈ സുന്ദരമായ പ്രഭാതം ആസ്വദിക്കാനായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കാനും കഴിഞ്ഞ നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രത്യേകം നന്ദി പറയാം. പിന്നെ നമ്മുടെ മുമ്പിലെത്തുന്ന ഭക്ഷണ പദാർത്ഥങ്ങളോട്, നാം കഴിക്കുന്ന ഭക്ഷ്യയോഗ്യമായ എന്തും നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഒരു നിമിഷം ആലോചിക്കണം, ഇത് വെറുതെ ഒഴുകി വരുന്നൊന്നുമല്ല. എത്രത്തോളം ആളുകൾ, ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടാണ്. ഒരു അരിമണിയുടെ കാര്യം ആലോചിച്ച് തന്നെ, ഒരു അരി ഉണ്ടാവണമെങ്കിൽ എന്തോരം പണികളുണ്ട്. എത്ര ആളുകളുടെ പ്രയത്നം കൊണ്ടാണ് നമ്മുടെ മുന്നിൽ എത്തുന്നതെന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ ആ ഭക്ഷണത്തോട് നന്ദി പറയണം. അതുപോലെ തന്നെ ജനിച്ചപ്പോൾ മുതൽ നമ്മുടെ കൂടെയുള്ള ഓരോ അവയവത്തിനോടും, ഈ അവയവങ്ങൾ പണിമുടക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ വില അറിയുള്ളൂ. ഒരു ദിവസം ഒന്ന് പണിമുടക്കി നോക്കുകയും നമുക്ക് കിട്ടുന്ന പണി വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെയാണ് കണ്ണ്, കൈകാലുകൾ എല്ലാം പണിമുടക്കി കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ വയ്യ, കാണാൻ വയ്യ, ഇരിക്കാൻ വയ്യ, വല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അവയെല്ലാം കറക്റ്റായിട്ടും പെർഫെക്റ്റ് ആയിട്ടും മടിയില്ലാതെയും 24 മണിക്കൂർ പ്രയത്നിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരെയും മിടുക്കന്മാരും മിടുക്കികളായിട്ട് നമുക്ക് നടക്കാൻ സാധിക്കുന്നത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമ്മൾ എല്ലാവരോടും നന്ദി പറയണം. പിന്നെ നാം വസിക്കുന്ന വീടിനും വീട്ടിലുള്ള ഓരോ സാധന സാമഗ്രികളോടും നന്ദി പറയാം. നമ്മോട് തന്നെ നമ്മിൽ വസിക്കുന്ന ആത്മാവിനോടും നന്ദി പറയണം. ഒരിക്കലെങ്കിലും നമ്മെ വിഷമിപ്പിച്ചവരും ഉണ്ടാകും. അവർക്ക് മനസ്സറിഞ്ഞ് മാപ്പ് കൊടുക്കുമ്പോൾ ഡിവൈൻ ഹീലിംഗ് നാം അനുഭവിക്കുന്നു. മഹത്തായ ലക്ഷ്യങ്ങൾ കെട്ടിപ്പടുക്കാം. ഏതാനും അഫർമേഷൻ സെറ്റ് ചെയ്യலாம். എന്റെ സ്വപ്ന ജീവിതം എന്റെ അവകാശമാണ്. എന്റെ കൂടെയുള്ളവരെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ സമ്പത്തിന്റെ ചെറിയ ഭാഗം ലോക നന്മയ്ക്കായി ദാനം നൽകുന്നു. സ്വപ്ന ജീവിതം, സ്വപ്ന വാഹനം, സ്വപ്ന ഭവനം എല്ലാം എന്റെ അർഹതയാണ്. അത് ഈ ജന്മം തന്നെ ഞാൻ നേടുന്നു. ഇനി നമുക്ക് തിരിച്ചു വരാം. ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്യുക. സാവധാനം പുറത്തേക്കിടുക. ബ്രീത്ത് ഔട്ട്. ഇന്നേ ദിവസം എല്ലാ കർമ്മങ്ങളും മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മമുഹൂർത്തെ ഉദ്ദിഷ്ടോ സ്വസ്ഥോ രക്ഷ അർത്ഥ ആയുസഹ പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ആനന്ദ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ എല്ലാവർക്കും ഇതെല്ലാം ലഭ്യമാകുകയും ഒരു ദിവസത്തേക്കുള്ള ഫുൾ എനർജിയും സന്തോഷവും സമാധാനവും ശാന്തിയും നമുക്ക് കിട്ടുകയും നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. താങ്ക് യു മാഡം. പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പിന്തുണങ്ങി വരണ്ട മാനസം കണ്ട വിണ്ണിൻ തടാകമേ. മന്ദമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നിലം തെന്നലേ. രക്തസാക്ഷികൾ ആഞ്ഞു പുൽകിയ പുണ്യജീവിത പാദനീ. പരിശുദ്ധാത്മാവെ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു റിനി മാഡം, റുസ മാഡം. റിനി മാഡം നന്നായിട്ട് മെഡിറ്റേഷൻ എടുത്തു. താങ്ക് യു. താങ്ക് യു റിനി മാം. നല്ലോണം ക്ലാസ്, നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. താങ്ക് യു. താങ്ക് യു റിനി മാഡം. സൂപ്പർ ആയിട്ട് എടുത്തിട്ടാ മെഡിറ്റേഷൻ. അവിടെ പറയാറുന്നു വീട്ടില്. നന്നായിട്ട് ചെയ്തു. താങ്ക് യു. താങ്ക് യു മാം. മാം നല്ല മെഡിറ്റേഷൻ ആയിരുന്നു. സൂപ്പറായിട്ട്
മലയാള ഭാഷ തൻ മാതക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളികൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി പുള്ളിയിലക്കരമുണ്ടിൽ തെളിയുന്നു. കളമൊഴി നീ പൊട്ടിച്ചിരിക്കുന്ന നേരത്ത് കൈകൊട്ടി കളിത്താളം മുഴങ്ങുന്നു. പരിഭവം പറഞ്ഞു നീ പിണങ്ങുമ്പോൾ കുരുവിതൻ പളുങ്കണിയൊച്ച ഞാൻ കേൾക്കുന്നു. മലയാള ഭാഷ തൻ മാതക ഭംഗിയിൽ മലർമന്ദഹാസമായി വിരിയുന്നു. കിളിക്കൊഞ്ചും നാടിന്റെ ഗ്രാമീണ ശൈലി ഉള്ളിലക്കരമുണ്ടിൽ തെളിയുന്നു. ആരും പാടാത്തോണ്ട് പാടിയ. താങ്ക് യു. നന്നായിട്ട് കേട്ടിട്ടാ, കേൾക്കുന്നു. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ താനിരുന്നലിഞ്ഞാടിടും ഒരു സുമകലിക്കുരുവി ഇന്നയവിടെ തുണയവിടെ ഇണയവിടെ തുണയവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിക്കൊമ്പിൽ താനിരുന്നലിഞ്ഞാടിടും ഒരു സുമംഗലിക്കുരുവി ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ മഞ്ഞ മുങ്ങിത്തന്നെ ഒറ്റയ്ക്കൊരു കൊമ്പിൽ കൂടും കൂട്ടി നീ മഞ്ഞിൽ മുങ്ങിത്തന്നെ വന്നു മാവേലിക്കാവിൽ ഒറ്റയ്ക്കൊരു കൊമ്പിൽ കിളി കൂടും കൂട്ടി നീ ചൊടിയനകളിൽ അമൃതമുടവനിതു വഴി വന്നു ഒരു ചെറു കിളിയാലത്താൻ നിന്നോമൽക്കരകി മഞ്ഞണിക്കൊമ്പിൽ ഒരു കിങ്ങിണിത്തുമ്പിൽ താനിരുന്നലിഞ്ഞാടിടും ഒരു സുമംഗലിക്കുരുവി ഇണയെവിടെ തുണയെവിടെ സിന്ദൂരക്കുരുവി മഞ്ഞണിക്കൊമ്പിൽ. താങ്ക് യു സർ. താങ്ക് യു ഓൾ. സൂപ്പർ കുരുവി. താങ്ക് യു മാം. ആകാശമിരുളുന്നൊരപരാഹ്നമായി ആരണ്യകങ്ങളിൽ കാലിടറി. ആകാശമിരുളുന്നൊരപരാഹ്നമായി ആരണ്യകങ്ങളിൽ കാലിടറി. കൈവല്യദായികെ സർവാർത്ഥ സാധികെ അമ്മേ സുരവന്ദിതേ സൗപർണികാമൃതവീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥനാ തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗനഗേഹമായി. ഗാനങ്ങൾ ചിറകറ്റ ശലഭങ്ങളായി ഗഗനം മഹാമൗനഗേഹമായി. നാദസ്വരൂപിണി കാവ്യവിനോദിനി ദേവി ഭുവനേശ്വരി
സൗപർണികാമൃതവീചികൾ പാടും നിന്റെ സഹസ്രനാമങ്ങൾ പ്രാർത്ഥന തീർത്ഥമാടും എൻ മനം തേടും നിന്റെ പാതാരവിന്ദങ്ങളമ്മേ ജഗദംബികേ മൂകാംബികേ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. ബാബു സൂപ്പർ സാറേ, സൂപ്പർ ഭയങ്കര ക്ലാസ്, സൂപ്പർ പോസിറ്റീവ് ക്ലാസ്. ആയിരുന്നു. നമ്മളെ മൂകാംബികയിൽ എത്തിച്ചു, ദേവിയുടെ അടുത്ത് തന്നെ എത്തിച്ചു. ഒരുപാട് ഒരുപാട് നന്ദി. സൂപ്പർ സൂപ്പർ. താങ്ക് യു. സൂപ്പർ. സൂപ്പർ. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ